അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയെന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ മെത്തേഡായിരുന്നു. അപ്പൊ ഗ്രാഫിക്കൽ മെത്തേഡ് ഇപ്രാവശ്യം ഈ വീഡിയോയിൽ നോക്കുന്നത് സിംപ്ലക്സ് മെത്തേഡ്. സിംപ്ലക്സ് മെത്തേഡ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരു ഗ്രാഫ് വെച്ചിട്ടില്ല, ഇതൊരു ടേബിൾ ഫോർമാറ്റിൽ ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പൊ ഇതിന് സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം. മാക്സിമൈസ് 6x1 plus 5x2 subjected to constraints x1 plus x2 less than or equal to 5, 3x1 plus 2x2 less than or equal to 12, x1, x2 greater than 0. അപ്പൊ ഇത് സിംപ്ലക്സ് മെത്തേഡിലോട്ട് ഫസ്റ്റ് കിടക്കുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. ബേസിക് വേരിയബിൾ മെട്രിക്സ്. അപ്പൊ ബേസിക് വേരിയബിൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഒരു സിംപ്ലക്സ് മെത്തേഡിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കിയിട്ട് വേണം സിംപ്ലക്സ് മെത്തേഡിലോട്ട് പോകാൻ. അപ്പൊ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ആദ്യത്തെ കൺസ്ട്രെയിൻ എടുത്ത ഇതാണ്, x1 പ്ലസ് x2. ഇവിടെ ഇൻഇക്വാലിറ്റി നടക്കില്ലേ, അപ്പൊ സ്റ്റാൻഡേർഡ് ഫോമിൽ ഇൻഇക്വാലിറ്റി പാടില്ല. അപ്പൊ ഇൻഇക്വാലിറ്റി കഴിഞ്ഞ ഇതില് ഇൻഇക്വാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഡയറക്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഈ സിംപ്ലക്സ് മെത്തേഡിൽ ഇൻഇക്വാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു വേരിയബിൾ ആഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് x3 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു വേരിയബിൾ ആഡ് ചെയ്തു. അതേ ഈക്വൽ ടു 5 എന്ന് കിട്ടി. അടുത്ത കൺസ്ട്രെയിൻ എടുക്കുകയാണെങ്കിൽ 3x1 പ്ലസ് 2x2 പ്ലസ് x4 ഈക്വൽ ടു 12 എന്ന് പറഞ്ഞിട്ട് ആ ഇൻഇക്വാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു x4 എന്നുള്ള വേരിയബിളും കൂടെ ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ x1ഉം x2 x3 ഉണ്ട്. ഇപ്പൊ ഡയറക്റ്റ് ഒരു ഇതില് ഈ ഫംഗ്ഷനിൽ വല്ലതും നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷനിലുള്ള ഫുൾ വേരിയബിൾസും സെയിം ആയിരിക്കണം. അപ്പൊ ഈ ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷനിൽ x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്. x4 താഴെ കിടക്കുന്ന x4 ഇല്ല. അതേപോലെ തന്നെ സെക്കൻഡ് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഇല്ല, x4 ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇതിൽ ഈ ഇക്വേഷനിൽ ചേഞ്ച് ചെയ്തിട്ടാം. കാരണം ഒരു സ്റ്റാൻഡേർഡ് ഫോം ഇതിന് വല്ലതും ചെയ്യണമെങ്കിൽ സെയിം വേരിയബിൾസ് വേണ്ടി വരും മുകളിലും താഴെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്ലസ് 0x4 എന്നും കൂടെ ഇട്ട് ഇവിടെ 0x3 എന്നും കൂടെ ഇട്ട്. അപ്പൊ ആ കൺസ്ട്രെയിന്റ് ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കിയിട്ടുണ്ട്. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണമെങ്കിൽ uh, 6x1 plus 5x2 plus 0x3 plus 0x4 മാക്സിമം. അപ്പൊ ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇതിലോട്ട് പോകാനാണെങ്കിൽ ബേസിക് വേരിയബിൾ എന്താണ്? അപ്പൊ ഇവിടുത്തെ ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത് ഈ സപ്പോസ് ഈ ഇക്വേഷനിൽ നമ്മൾ x1 x2 ഈക്വൽ ടു 0 ആണെന്ന് അസ്യൂം ചെയ്തു. x1 x2 ഈക്വൽ ടു 0 ആണെന്ന് അസ്യൂം ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 0 0 x3 ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കിട്ടും. അടുത്ത സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ ഈ x1 x2 0 എന്ന് അസ്യൂം ചെയ്യുമ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ x1 0 0 0 x4 ഈക്വൽ ടു 12 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഈ x3 x4 ഈ നമ്പർ ന്യൂമറേറ്റർ x3 ഈക്വൽ ടു 5 x4 ഈക്വൽ ടു 12 ഈ പറയുന്നതാണ് ബേസിക് വേരിയബിൾസ്. ഈ x1ഉം x2 എന്നും പറയുന്നതാണ് നോൺ ബേസിക് വേരിയബിൾസ്.
അപ്പോ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് 0 എന്ന് പറയുന്നത് വേരിയബിൾസ് എല്ലാം നോൺ ബേസിക് വേരിയബിൾസും, റൈറ്റ് ഹാൻഡ് സൈഡ് നമ്പേഴ്സ് വരുന്നതെല്ലാം ബേസിക് വേരിയബിൾസും. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഇനിഷ്യൽ ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത് x3 x4 ആണ്. അപ്പൊ ഈ എക്സ് ബി ഒരു ബേസിക് വേരിയബിൾ മെട്രിക്സ്. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടിയല്ലോ. ബേസിക് വേരിയബിൾ മെട്രിക്സ് എന്ന് പറയുന്നത് x3യും x4 ആണ്. x3 x4. അടുത്ത സി ബി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ബേസിക് വേരിയബിൾസ് ഇൻ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇവിടുത്തെ ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത് x3 x4 ആണെന്ന് നമുക്കറിയാം. അപ്പൊ സി ബി പറയുന്നത് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് ബേസിക് വേരിയബിൾസ് ഇൻ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ x3ന്റെയും x4ന്റെയും കോഎഫിഷ്യന്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ എന്താണ്? 0 0. അപ്പൊ അതാണ് 0 0. അതാണ് സി ബി എന്ന് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് ബേസിക് വേരിയബിൾസ് x3 x4 ഇൻ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 0 0. അടുത്ത സി ജെ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വേരിയബിൾ. അപ്പൊ സി ജെ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വേരിയബിൾസ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്കറിയാം 6x1 + 5x2 + 0x3 + 0x4. അപ്പൊ സി ജെ എന്ന് പറയുന്നത് 6 5 0 0 എന്ന് പറയുന്നത്. ഇതാണ് സിംപ്ലക്സ് ടേബിളിലോട്ട് പോകുന്നതിന് മുമ്പേ ഉള്ള ഒരു പ്രീ റിക്വസിറ്റ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അത് സിംപ്ലക്സ് ടേബിൾ വരുമ്പോഴും പഠിക്കാൻ കുഴപ്പമില്ല, അത് നോക്കിയ. ഇനി അടുത്ത സിംപ്ലക്സ് മെത്തേഡ് വെച്ച് ഇത് സോൾവ് ചെയ്യാനുള്ള ഇത് നോക്കാം. ഇപ്പൊ സിംപ്ലക്സ് ടേബിൾ വരയ്ക്കണത് എങ്ങനെയാണ്? x1 x2 x3 x1. കാരണം നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നേരത്തെ എഴുതിയ നേരത്ത് ഇവിടെ ഒന്നുകൂടെ എഴുതാം. 6x1 + 5x2 + 0x3 + 0x4 ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതിന്റെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് x1 + x2 + x3 + 0x4 = 5, 3x1 + 2x2 + 0x3 + x4 = 12. അപ്പം ആദ്യം ബേസിക് വേരിയബിളിന്റെ മെട്രിക്സ് ചെയ്ത് ബേസിക് വേരിയബിൾ ചെയ്താം. ശരി, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള വേരിയബിൾസ് ഇവിടെ ചെയ്താം. എന്നിട്ട് ഇത് സി ജെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോഎഫിഷ്യന്റ് വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ അത് 6 5 0 0. ഇവിടെ എക്സ് ബി സി ബി. എക്സ് ബി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക് വേരിയബിൾസ്. അപ്പൊ ഇനിഷ്യൽ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത് x3 x4. ഇവിടെ സി ബി നേരത്തെ പറഞ്ഞിരുന്നു ബേസിക് വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റ് ഇൻ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അതായത് 0 0 എഴുതി കഴിഞ്ഞല്ലോ. പിന്നെ ഇവിടെ RHS. അപ്പൊ ഇനി ഇവിടെ എഴുതാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കൺസ്ട്രെയിൻസ് ഇല്ലേ, ആ കൺസ്ട്രെയിൻസിന്റെ കോഎഫിഷ്യൻസ് എഴുതണം ഈ രണ്ട് റോയിലുമായിട്ട്. അപ്പൊ ഫസ്റ്റ് x1 + x2 + x3 0x4 = 5. പിന്നെ 3x1 2x2 0x3 x4 = 12. കിട്ടിയല്ലോ. ഇനി ഫസ്റ്റ് ഇറ്ററേഷൻ. അപ്പൊ
ഇത് എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഐട്രേഷൻ ചെയ്യേണ്ടിയിരിക്കണം. ഇത് ഐട്രേഷൻ എപ്പോ നിർത്താമെന്ന് വെച്ചാൽ ഈ വരുന്ന CJ മൈനസ് ZJ എന്ന് പറയുന്നത് അതിനുണ്ട്. ZJ അടുത്ത ZJ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. ZJ എന്ന് പറയുന്നത് ഈ CB ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് CB ഇൻറ്റു ഈ X1ന്റെ കോയിഫിഷ്യന്റ്, അതാണ് ഈ X1ന്റെ ZJ. അതായത് CB മെട്രിക്സ് ഡോട്ട് പ്രോഡക്റ്റ് CB മെട്രിക്സും X1ന്റെ കോയിഫിഷ്യന്റ് താഴെയുള്ള മെട്രിക്സും ഇതിന്റെ കോയിഫിഷ്യന്റ്. അപ്പൊ അതാണ് 0 ഇൻറ്റു 1 ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ CB ഡോട്ട് പ്രോഡക്റ്റ് X1ന്റെ മെട്രിക്സ്. ഈ X1ന്റെ മെട്രിക്സിനെ നമ്മൾ P1 എന്ന് പറഞ്ഞു വിളിക്കും. CD P1. ഇതിനെ P2 എന്ന് പറഞ്ഞു വിളിക്കും. P3 P4 എന്ന് പറഞ്ഞു വിളിക്കും. അത് അടുത്ത മെട്രിക് മെത്തേഡിൽ വരുമ്പോൾ ഉപയോഗപ്പെടും. P1 P2 എന്ന് പറഞ്ഞു വിളിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിനെയാണ് നമ്മൾ P1 എന്ന് പറഞ്ഞു വിളിക്കുന്നത്. CB P1 ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. എന്നുവെച്ചാൽ 0 0 ഇൻറ്റു 1 3 ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 0 ഇൻറ്റു 0 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 3 0 ഇൻറ്റു 3 ഈക്വൽ ടു 0 എന്ന് തന്നെ വരും. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ P1ഉം P2ഉം P3ഉം P4ഉം ചെയ്യാം. അത് CB വെച്ചിട്ട് തന്നെ. അപ്പൊ ZJ എന്ന് പറയുന്നത് ZJ ഈക്വൽ ടു ZJ എന്ന് പറയുന്നത് ഈ Z1 ആണ്. അപ്പൊ Z1 എന്ന് പറയുന്നത് CB ഡോട്ട് പ്രോഡക്റ്റ് P1. അപ്പൊ Z2 ഈക്വൽ ടു CB ഡോട്ട് പ്രോഡക്റ്റ് P2 എക്സെട്ര. അപ്പൊ ഈ ZJന്റെ അവിടെ വരണമെന്ന് വെച്ചാൽ 0 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 3 0 എന്ന് പറയും. ഇവിടെ 0 ആയതുകൊണ്ട് എല്ലാം 0 തന്നെ വരും. 0 0 0 ഈ RHS 0 എന്ന് തന്നെ വരും. അടുത്ത കണ്ടുപിടിക്കാന്ന് വെച്ചാൽ CJ മൈനസ് ZJ. ഈ CJ മുകളിൽ തന്നിട്ടുണ്ട്. ഇതാണ് CJ. അപ്പൊ ഈ X1ന്റെ ഇതെന്ന് പറയുന്നത് C1 മൈനസ് Z1 എന്ന് പറയുന്നത് എന്താണ് 6 മൈനസ് 0 6 മൈനസ് 0 6. അടുത്ത C2 മൈനസ് Z2 എന്ന് പറയുന്നത് 5 മൈനസ് 0 5. C3 മൈനസ് Z3 എന്ന് പറയുന്നത് 0 മൈനസ് 0 0. C4 മൈനസ് Z4 എന്ന് പറയുന്നത് 0 മൈനസ് 0 0. ഇതും CJ മൈനസ് ZJ എന്ന് പറയുന്നത് RHS വാല്യൂവിൽ കാണൂല. കാരണം RHSന് CJ ഇല്ലാത്തതുകൊണ്ട് അതിന് കാണൂല. അത് അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇത് കിട്ടി. ഇനി ഇത് അടുത്ത ഐട്രേഷനിൽ കൊണ്ടുപോകണം. അപ്പൊ അടുത്ത ഐട്രേഷനിൽ കൊണ്ടുപോകുന്നത് ഇത് ഹൈട്രേഷൻസ് എപ്പോ നിൽക്കണമെന്ന് വെച്ചാൽ ഈ CJ മൈനസ് ZJs ഈ CJ മൈനസ് ZJന്റെ വാല്യൂ ഫോർ മാക്സിമൈസേഷൻ പ്രോബ്ലം നെഗറ്റീവോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നവരെ നമ്മൾ ഐട്രേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോ ഈ CJ മൈനസ് ZJന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുമോ അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഐട്രേഷൻ. അപ്പൊ കിട്ടുന്ന X3ന്റെ വാല്യൂ RHS ആണ്. ആ X3ന്റെ ഒപ്റ്റിമൽ വാല്യൂ. X4ന് കിട്ടുന്ന RHSന്റെ വാല്യൂ ആണ് X4ന്റെ ഒപ്റ്റിമൽ വാല്യൂ. ഇനി അടുത്ത ഐട്രേഷനിലോട്ട് പോവാം. അപ്പൊ അടുത്ത ഐട്രേഷനിൽ പോകുമ്പോ ഈ ബേസിക് വേരിയബിൾ മാറും. അതെങ്ങനെ മാറും എന്ന് വെച്ചാൽ ഈ CJ മൈനസ് ZJ ഹയസ്റ്റ് വാല്യൂ ഉള്ള സാധനം എൻട്രിങ് വേരിയബിൾ ആയിട്ട് കയറും. അപ്പൊ ഒരു വാല്യൂ കയറണമെങ്കിൽ വേറൊരു വാല്യൂ ഇറങ്ങണം. അപ്പൊ ആ ഇറങ്ങാനുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് തീറ്റ.
തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ എൻട്രിങ് വാല്യൂ കാണിച്ചില്ലേ, അതിന്റെ കോളം, അതായത് ഇതിനെ പറയുന്നതാണ് കീ കോളം അല്ലെങ്കിൽ ലീഡിങ് കോളം എന്ന് പറയും. കീ അപ്പൊ കീ കോളം എന്ന് പറയും. അടുത്തെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വേരിയബിൾ കയറണമെങ്കിൽ വേറൊരു വേരിയബിൾ ഇറങ്ങണം. അപ്പൊ ആ ഇറങ്ങുന്ന വേരിയബിൾ ഏതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് തീറ്റ. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് ഈ RHS വാല്യൂ, RHSന്റെ ഇത് മൈനസ് ഈ കണ്ടുപിടിച്ച കീ കോളം. അപ്പൊ 5 മൈനസ് ഡിവൈഡഡ് ബൈ ആണ് RHSന്റെ ആ ഇത് വേരിയബിൾ വാല്യൂ മൈനസ് ഡിവൈഡഡ് ബൈ കീ കോളത്തിന്റെ വാല്യൂ. അപ്പൊ 5 ഡിവൈഡഡ് ബൈ 1, 5 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു 5, 12 ഡിവൈഡഡ് ബൈ 3, 12 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 4. അപ്പൊ ഇതാണ് തീറ്റ. അപ്പൊ ഈ തീറ്റ ഇത് മിനിമം വാല്യൂ വരുന്നതാണ് ലീവിങ് വേരിയബിൾ. അപ്പൊ ഈ കോളത്തിന്, അതായത് തീറ്റ മിനിമം വരുന്നത് 4ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയിനെ കീ റോ എന്ന് പറയും. കീ റോ. എന്നിട്ട് ഈ 3 എന്ന് പറയുന്നില്ലേ, അതിൽ ഇന്റർസെക്ട് ചെയ്യുന്നില്ലേ, അപ്പൊ ആ എലമെന്റ് 3നെ കീ എലമെന്റ് എന്ന് പറയും. 3 ഈക്വൽ ടു കീ എലമെന്റ് എന്ന് പറയും. കീ എലമെന്റ്. ക്ലാസ്സിലെ ചിലപ്പം കീ കോളത്തിനെ പിവറ്റ് കോളെന്നും പിവറ്റ് റോ എന്നും പിവറ്റ് എലമെന്റ് എന്നും പറഞ്ഞേക്കാം. അത് ഇതില്ല. പിന്നെ നേരത്തെ പറയാൻ മറന്നുപോയി, ഈ മാക്സിമൈസേഷന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് CJ മൈനസ് ZJ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞില്ലേ. അപ്പൊ മിനിമൈസേഷന്റെ സ്വാഭാവികമായിട്ട് വരാം. മിനിമൈസേഷന്റെ കണ്ടീഷൻ ഇറ്ററേഷൻ നിൽക്കാനുള്ള സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എപ്പോഴാണ്? ആ മിനിമൈസേഷന്റെ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ മാക്സിമൈസേഷന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരുന്നു. പക്ഷെ നമ്മളിവിടെ മിനിമൈസേഷൻ പ്രോബ്ലവും മാക്സിമൈസേഷൻ എന്ന രീതിയിൽ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മിനിമൈസേഷന്റെ ഇതിനെ കുറിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് എൻ്റർ ചെയ്ത്, അപ്പൊ X4 മാറിയിട്ട് X1 എൻ്റർ ചെയ്ത്, X1 X3. X1ന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 6 എഴുതി. X3ന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോഎഫിഷ്യന്റ് 0 ആണ്. അപ്പൊ അതങ്ങനെ തന്നെ കിടന്നു. സീറോ 6. പിന്നെ ഇനി അപ്പൊ ഇവിടെ സെയിം ആയിട്ട് ചെയ്താൽ പറ്റില്ല, വേറെ ആണ് പറഞ്ഞത്. അതെങ്ങനെ വരണെന്ന് വെച്ചാൽ ഈ കീ എലമെന്റ് അടുത്ത ഐട്രേഷൻ വരുമ്പോൾ 1 ആയിട്ടും ഈ കീ എലമെന്റിന് മുകളിലോ താഴെയോ ഇരിക്കുന്ന അപ്പോ കീ എലമെന്റിന് മുകളിലോ താഴെയോ ഇരിക്കുന്ന എലമെന്റ് 0 ആയിട്ട് മാറണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം ഈ കീ എലമെന്റ് 3 എന്ന് പറഞ്ഞാൽ 1 ആക്കി മാറ്റുമ്പോ ആ റോയിൽ സെയിം ഓപ്പറേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പൊ ഇതിന് ചെയ്ത സെയിം ഓപ്പറേഷൻ വെച്ച് തന്നെ ഈ റോ ഫുള്ളും ചെയ്യണം. അപ്പൊ ഇത് 1 ആക്കാൻ വേണ്ടിയിട്ട് 3 ഡിവൈഡ് ബൈ 3 ആണ് 1. അപ്പൊ അതേ സെയിം തന്നെ ഇവിടെയും ചെയ്യണം. 2/3, 0/3 0, 1/3 1, 1/3. അപ്പൊ ഈ റോ കംപ്ലീറ്റ്. ഇനി അടുത്ത ഈ റോ എന്ന് പറയുന്നത് ഇവിടെ 0 ആയില്ലേ. അപ്പൊ അതേ സെയിം ഓപ്പറേഷൻ വെച്ച് തന്നെ നമ്മള് ഇത് ഫുള്ളും ചെയ്യേണ്ടിരിക്കണം. അപ്പൊ ഇതെങ്ങനെ 0 ആയെന്ന് വെച്ചാൽ 1 ഈ എലമെന്റ് ഇല്ലേ,
ഈ 1 മൈനസ് 1 ഇൻറ്റു 1, ഈ 1 മൈനസ് 1 ചെയ്താൽ പോലെ 1 ഈ റോയിലെ 1 മൈനസ് ഇവിടെ ഇരിക്കുന്ന 1 ഈക്വൽ 0 ആയി. അങ്ങനെയാണ് ഈ 0 ആയിട്ട്. അപ്പൊ അതേപോലെ ഈ റോയിൽ ചെയ്യുകയാണെങ്കിൽ 1 മൈനസ് ഇവിടെ 5. നേരത്തെ ഇവിടെ 1 വരാൻ കാരണം 1 ഇൻറ്റു 1 ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 1 വന്നത്. അപ്പൊ ഇവിടെ ഓപ്പറേഷൻ റോ ഓപ്പറേഷൻ മാറ്റണമെങ്കിൽ 1 ഇൻറ്റു 2/3, 1 ഇൻറ്റു 1 മൈനസ് 2/3, അതായത് 3 മൈനസ് 1 1/3. ഇവിടെ അതേപോലെ തന്നെ 1 മൈനസ് 1 ഇൻറ്റു 0 1 എന്ന് തന്നെ. അതേപോലെ തന്നെ 0 ഇവിടെ 0 ആയതുകൊണ്ട് 0 മൈനസ് 1 ഇൻറ്റു 1/3, 0 മൈനസ് 1/3, അതായത് മൈനസ് 1/3 തന്നെ. ഓക്കെ, ഇതേപോലെ തന്നെ സെയിം RHSനും ചെയ്യണം. അപ്പൊ RHSന് 12/3 4 എന്ന് പറഞ്ഞ ഇവിടെ വരും. 5 മൈനസ് 1 ഇൻറ്റു 4, അതായത് 1 എന്ന് വരും പറയും. ഇത്രയും കിട്ടിയല്ലോ. അപ്പൊ ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോ നിക്കണം എന്ന് വെച്ചാൽ മാക്സിമൈസേഷൻ കണ്ടീഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴേ ഈ ഇറ്ററേഷൻ നിൽക്കുള്ളൂ. അപ്പോ ഇതിന്റെ CJ മൈനസ് ZJ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആവോ നോക്കാം. ZJ എന്ന് പറയുന്നത് 0 ഇൻറ്റു 0 പ്ലസ് 6 ഇൻറ്റു 1 6, എന്താണ് 0 പ്ലസ് 6 ഇൻറ്റു 2/3 2 പ്ലസ് 2 4, 0 പ്ലസ് 0 പിന്നെ 0 പ്ലസ് 6/3 2. ഇനി ഇതെന്ന് വെച്ചാൽ 0 പ്ലസ് 6 ഇൻറ്റു 4 24 എന്ന്. അപ്പൊ ഇനി CJ മൈനസ് ZJ എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്. CJ മൈനസ് ZJ കണ്ടുപിടിക്കണം. അപ്പൊ CJ മൈനസ് ZJ എന്ന് പറയുന്നത് ഇവിടുത്തെ CJ എന്ന് പറയുന്നത് 6, ZJ എന്ന് പറയുന്നത് 6 0, CJ എന്ന് പറയുന്നത് 4, ZJ എന്ന് പറയുന്നത് 5 മൈനസ് 1, CJ എന്ന് പറയുന്നത് 0, ZJ എന്ന് പറയുന്നത് 0 0, ഇവിടെ CJ എന്ന് പറയുന്നത് 2, ZJ എന്ന് പറയുന്നത് 0 2. അപ്പൊ ഈ എലമെന്റ് ഒഴിച്ച് ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ ഈ എലമെന്റ് പോസിറ്റീവ് എലമെന്റ്, മോസ്റ്റ് പോസിറ്റീവ് എലമെന്റ് എൻ്റർ ചെയ്യും. അപ്പൊ ലീവിംഗ് വേരിയബിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കീ കോ. -1/3 എന്ന് പറയുന്നത് -3 വരും. ഇവിടെ 4/1/3, അതായത് 4 ഇൻറ്റു 3 12 എന്ന് വരും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഇവിടെ പറഞ്ഞു ലീസ്റ്റ് പോസിറ്റീവ് എലമെന്റ് വേണം ലീവ് ചെയ്യാനുള്ളത്. ഇവിടെ -3 ഉണ്ട്, 12 ഉണ്ട്. ഇവിടെ പോസിറ്റീവ് ആയിട്ട് 12 ഉള്ളതുകൊണ്ട് 12 ആണ് ലീവ് ചെയ്യുന്നത്. നെഗറ്റീവ് വന്നാൽ അത് കൺസിഡർ ചെയ്യരുത്. അപ്പൊ ഞാൻ നേരത്തെ ചെയ്തൊരു തെറ്റുണ്ട്. CJ മൈനസ് ZJ ഇവിടെ വരുമ്പോ CJ അതായത് 4 മൈനസ് 5 ആണ്.
പക്ഷെ 5 മൈനസ് 4 ആണ്, 1 ആണ് വരേണ്ടത്, -1 എന്ന് എഴുതി. പിന്നെ CJ മൈനസ് ZJ ഇവിടെ 2 അല്ല -2 ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ -2 വരുമ്പോ ഇതല്ല എൻട്രി ചെയ്യാനുള്ളത്, ഈ 1 ഇതാണ് എൻട്രി ചെയ്യാനുള്ളത്. ഈ x2 ആണ് എൻട്രിങ് വേരിയബിൾ. x2 എൻട്രി ചെയ്യുമ്പോൾ ഇത് കീ കോളം. അപ്പൊ ഈ തീറ്റ കണ്ടുപിടിക്കാൻ 1/1/3 3 എന്ന് വരും. 4/2/3 4/2/3 എന്ന് പറയുന്നത് 6 എന്ന് വരും. അപ്പൊ ഇതാണ് കീറോ. കീക്കോ. അപ്പൊ ഈ 1/3 എന്ന് പറയുന്നതാണ് കീ എലമെന്റ്. 1/3 ആണ് കീ എലമെന്റ്. ഇപ്പൊ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ മുകളിലോട്ട് അങ്ങ് ചെയ്തതാണ്. അപ്പൊ ഈ 1/3 കീ എലമെന്റ് ആയിട്ട് വരും. അപ്പൊ x3 പോയിട്ട് x2 വന്നു. x2 ഇവിടെ x1 അകത്ത് തന്നെ ഉണ്ടായിരുന്നു. 6 ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 5. അപ്പൊ ഇതാണ് കീ എലമെന്റ്. കീ എലമെന്റ് എപ്പോഴും 1 ആവണം. കീ എലമെന്റ് 1 ആയെന്ന് വെച്ചാൽ 1/3 ഡിവൈഡഡ് ബൈ 1/3 ചെയ്ത്. അപ്പൊ 1/3 ഡിവൈഡ് ബൈ 1/3 ചെയ്യുമ്പോൾ 1 ആവും. അപ്പൊ 0 അതേ സെയിം ഓപ്പറേഷൻ വെച്ച് തന്നെ ആ റോ ഫുള്ളും ചെയ്യാം. അപ്പൊ 0 ഡിവൈഡഡ് ബൈ 1/3 0. 1 ഡിവൈഡ് ബൈ 1/3 എന്ന് പറയുന്നത് 3. -1/3 ഡിവൈഡ് ബൈ 1/3 എന്ന് പറഞ്ഞാൽ -1. ഞാൻ നേരത്തെ പറഞ്ഞ കീ എലമെന്റിന് താഴെ വരുന്നത് എപ്പോഴും 0 ആയിരിക്കും. 0 എന്ന് കൊടുത്തു. ഈ 0 വന്ന് എങ്ങനെയാന്ന് വെച്ചാൽ 2/3 2/3 -1 into 2/3. അപ്പോഴാണ് ഇത് 0 ആയത്. അപ്പൊ ഇവിടെ ഇതാ 2/3 -1 into 2/3. അപ്പൊ അത് 0 ആയി. അപ്പൊ അതേപോലെ തന്നെ സെയിം ഓപ്പറേഷൻ ഇവിടെ എല്ലാം ചെയ്യണം. അപ്പൊ ഇവിടെ 2/3 1 minus 0 into 2/3. അപ്പൊ 1 തന്നെ വരും. അടുത്ത 0 minus 3 0 -3 into 2/3. അപ്പൊ -2 എന്ന് വരും. ഇവിടെ 1 വരും. ഇനി ഞാനത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസഡ്ജയും CJ മൈനസ് ഇസഡ്ജയും കണ്ടുപിടിക്കണം. അതിൽ പോസിറ്റീവ് വേരിയബിൾ ഉണ്ടെങ്കിൽ അത് എൻട്രി ഇല്ലെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ. നമുക്ക് നോക്കാം. ഇസഡ്ജ എന്ന് പറയുന്നത് 5 into 0 0 plus 6 into 1 6. 5 into 1 5 plus 6 into 0 6. 6 into 0 0. അപ്പൊ 5 into 1 5. 5 into 3 15. 15 minus 6 into 2 12. 15 minus 12 എന്ന് പറഞ്ഞാൽ 3. 5 into -1 -5 plus 6 1. 5 into 5 25. 25 plus 12 into 6 6. 12 into 6 27. 27 വരും. അപ്പൊ അത് 27 വരും. CJ minus ZJ എന്ന് പറഞ്ഞാൽ 6 minus 6 0.
Cj minus 5 minus 5 0 0 minus 3 minus 3 0 minus 1 minus 1. അപ്പൊ ഈ Cj മൈനസ് Zj ഫുള്ളും 0യും മൈനസും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ വെച്ച് ടെർമിനേറ്റ് ആവും. ഇതിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x1 12 x1 ഈക്വൽ ടു 12 x2 ഈക്വൽ ടു 5. എന്നിട്ട് ഇതിന്റെ മാക്സിമം ഇതെന്ന് പറയുന്നത് 27. ഇതാണ് ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇത് 3യും 2 ആണ്. അപ്പൊ x1 3യും x1 2ഉം x2 3യും വരും. അപ്പൊ അതിന്റെ മാക്സിമൈസേഷൻ ഇത് വരുന്നത് 27 വരും. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. Cj മൈനസ് Zj എപ്പോഴും എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഈ ബേസിക് വേരിയബിൾ വരുന്നത് x2ന്റെയും x1ന്റെയും Cj മൈനസ് Zj എപ്പോഴും 0 ആയിരിക്കും. നിങ്ങൾ ഇവിടുത്തെ ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത് x3 x1 ആയിരുന്നു. അപ്പൊ x1ന്റെ വാല്യൂ 0 x3ന്റെയും 0. അപ്പൊ നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് 0 Cj മൈനസ് Zj ഡയറക്റ്റ് 0 അങ്ങനെ എഴുതിയാൽ. അപ്പൊ ഇതാണ് സിംപ്ലക്സ് മെത്തേഡ്. താങ്ക് യു.